ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം വികസിത ഭാരതം 2047. പക്ഷെ നമുക്ക് ഫസ്റ്റിൽ തുടങ്ങുന്ന വിഷയം വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖല LKG മുതൽ കോളേജ് തലം വരെ ഇന്ത്യയിലെ സർവകലാശാല ഉൾപ്പെടെ വിദേശ സർവകലാശാല ഉൾപ്പെടെ സാങ്കേതികവിദ്യയിൽ സംയോജിപ്പിച്ച് വേണം ഇനി വിദ്യാഭ്യാസ നിലവാരം കൊണ്ടുപോകാൻ. ലോകോത്തര നിലവാരത്തിലേക്ക് വിദ്യാഭ്യാസത്തെ ഉയർത്തേണ്ട സമയം കഴിഞ്ഞു. ഇൻ്റർനാഷണൽ സിലബസിലേക്ക് വിദ്യാഭ്യാസ രീതി മാറ്റണം. അതുപോലെ തന്നെ സ്കൂളുകളെല്ലാം നവീകരിക്കണം. നല്ല സ്റ്റേഡിയം വേണം. അതുപോലെ തന്നെ ബാത്റൂം സംവിധാനമൊക്കെ നല്ല നിലവാരത്തിലേക്ക് ആക്കണം. അതുപോലെ തന്നെ പിള്ളേർക്ക് ഫുഡ് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡ് കൊടുക്കണം. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നിടത്തിൽ പിള്ളേർ വരുന്നുണ്ടാവും, ദാരിദ്ര്യത്തിൽ കഴിയുന്ന പിള്ളേർ വരുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു നല്ല പരിപാടികളാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പഠിക്കാണ്ട് അലഞ്ഞു നിറഞ്ഞ് നടക്കുന്ന ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. അവരെല്ലാം സ്കൂളിലേക്ക് എത്തിച്ച് അവർക്കൊക്കെ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. എല്ലാ മേഖലയിലും. അതുപോലെ തന്നെ ഈ അടിസ്ഥാന മേഖല വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളെ എല്ലാ മാസത്തിലും 2 ദിവസം പൊതുസേവനത്തിനായിട്ട് ഉപയോഗിക്കണം. അപ്പോഴാണ് അവർക്ക് ഇന്ത്യയിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി അവർക്ക് പഠിക്കണമെന്നുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഈ മേഖലയിൽ അതിശക്തമായൊരു മാറ്റത്തിൻ്റെ സമയം ആയി. അടിത്തറ ഉറപ്പിക്കേണ്ട സമയമായി.